കരാറുകാരുടെ കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള വാട്ടർ അതോറിറ്റി കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയത്തെ ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. സംസ്ഥാനത്തെ 7500ഓളം വരുന്ന കരാറുകാർക്ക് 4500 കോടി രൂപ കുടിശ്ശികയായതോടെയാണ് കരാറുകാർ ഉപരോധ സമരം നടത്തിയത്. മെയിൻ്റനൻസ് കരാറുകാർക്ക് 19 മാസത്തെ കുടിശ്ശികയും ജൽജീവൻ മിഷൻ കരാറുകാർക്ക് 1 വർഷത്തെ കുടിശ്ശികയുമാണ് സർക്കാർ നൽകാനുള്ളത്. 4500 കോടി രൂപയുടെ കുടിശ്ശികയായതോടെ കടക്കെണിയിലായ കരാറുകാർ ആത്മഹത്യാ ഭീഷണിയിലാണെന്നും ഇതിനാൽ ഫണ്ട് ഉടൻ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഉപരോധ സമരം നടത്തിയത്. JJM വാട്ടർ അതോറിറ്റി സംയുക്ത സമര സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞു മാത്യു ഉദ്ഘാടനം ചെയ്തു. വികാരം എന്ന് പറയാൻ നിങ്ങളുടെ ഒക്കെ അക്കൗണ്ടിലെ ബാലൻസും കിട്ടാനുള്ള പണവും മനസ്സിലാക്കിക്കൊണ്ട് MDയോട് വളരെ ശക്തമായി പറഞ്ഞ പൈസ കൊടുക്കണം. പൈസ നിങ്ങൾ ആർക്കും കൊടുത്തില്ലെങ്കിലും വിവേചനം കാണിക്കല്ലേ. ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇല്ലാന്നിരിക്കുക. ഇത് മെടുക്കരായ കുറച്ച് പുള്ളികൾക്ക് കൊടുക്കുകയും അവർ മുഖത്ത് നോക്കി കൊഞ്ഞനെ കുട്ടുകയും ചെയ്യുമ്പോൾ ഇല്ലാത്തവന്റെ വേദന വലുതാണെന്ന് MDയോട് പറഞ്ഞ് മനസ്സിലാക്കി. അതൊക്കെ സർക്കാർ തീരുമാനമാണെന്നും പറഞ്ഞ് MD വളരെ ഭംഗിയായിട്ട് ആ വിഷയം മാറ്റി. പിന്നെ കൊടുക്കാനുള്ളൂ അത് ഇപ്പോൾ അതിന് തീരുമാനമൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ ബോർഡ് ലോൺ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അത് മിനിറ്റ്സിനകത്ത് എഴുതിയിട്ടുണ്ട്. മനയുണ്ടാക്കിയുടെ ചുമതല തീർന്നു. വാട്ടർ അതോറിറ്റി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സോണി P. ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി റെജി T. ചാക്കോ, ജില്ലാ സെക്രട്ടറി സന്തോഷ് B. നായർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS തോമസ്, ഡൊമിനിക് സക്കറിയ, ബൈജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 7-നുള്ള സംസ്ഥാന ബജറ്റിൽ ഫണ്ട് അനുവദിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും കരാറുകാർ അറിയിച്ചു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.